ഞങ്ങൾ ഇന്നലെ സരോജിനി മാർക്കറ്റിൽ പോയി വന്നു കഴിഞ്ഞിട്ടുള്ള ബസ്സിലെ വിഷ്വൽസാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ രാത്രിയല്ല, 2 മണി, ബുധനാഴ്ച 2 മണി. അപ്പോൾ 2 മണി. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇവിടുത്തെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. 5 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ 2 മണിക്ക് ഇറങ്ങി. വന്നതിൽ ഒരു എക്സ്ട്രാ ബാഗ് കൂടെ ഉള്ളു. എല്ലാവരും പോകാൻ വേണ്ടി റെഡി. അതിനിപ്പോൾ ട്രെയിനിൽ കയറി പോകുക, അത്ര തന്നെ, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. പൈസ അതാണ് ഞങ്ങളെ റൂം. ഇവിടെ അടച്ചത് കൊണ്ട് എല്ലാവരും നടക്കുകയാണ്. സമയം എത്രയടി? 3 മണി കൊണ്ടായി തോന്നും. ഡയറക്റ്റ് വെച്ചിട്ടില്ല. എടുത്ത് കടത്തി വേണം അവിടെത്താൻ. ആ ജംഗ്ഷൻ എത്തിയാൽ ബസ് വരും. അവിടെ വരപ്പോൾ ബസ്സിൽ എടുത്തിട്ട് ബാഗ് തണുപ്പാണ്. കണ്ടില്ല बजाज पे എന്റെ ബർത്ത്ഡേ 2 മിനിറ്റ് കഴിഞ്ഞ് എന്റെ ബർത്ത്ഡേ ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇതാണ് മെയിൻ. ഇത് വ്ളോഗിൽ ആഡ് ചെയ്യാം. ട്രിപ്പിന്റെ വ്ളോഗ് ഒന്നും കൂടി ഉണ്ട്. പക്ഷെ അത് അപ്പുറത്താ ഒരു കുട്ടി കൂടി ഉണ്ടല്ലോ. അതവിടെ പോയി എല്ലാരും ഇടാട്ടോ. ഇത് ഞങ്ങളെ തിരിച്ചു പോകും. എല്ലാരും സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അടിക്കൂ. നല്ല പിള്ളേരാട്ടോ. ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു ഇവിടെ. ഇവരെന്തായിരുന്നു? കേരള ബാഡ്മിന്റൺ പിള്ളേരാണ്. ഇവരേതാ അവനേതാ പോടാടുന്നത്. നമ്മൾ ബർത്ത്ഡേ വിഷയങ്ങൾ ബാക്കി ഇവിടെ ചേട്ടന്റെ ബർത്ത്ഡേ നമ്മൾ തേഞ്ഞു. പിള്ളേരൊക്കെ ഉണ്ട്. ഫോണ് നിന്റെ അല്ലേ? ഫോണ് തേജെന്ന് തോന്നുന്നു. ശബരിമല 12 മണിയായി. ഹലോ, ഒന്ന് വീഡിയോ കോൾ എടുക്കുവോ? റേഞ്ച് പോകുന്ന പെട്ടെന്ന് റേഞ്ചില്ല. അയ്യോ അബ്രാമയുടെ ചേട്ടൻ ഫോൺ എടുക്കുമ്പോ ഇല്ലേ? പറ്റും. ഫോണ് പോണില്ലേ? നായി കടന്നിറങ്ങിയോ? ഈയാണ് കിട്ടിയോ? ഇല്ല. ഹോട്ട്സ്പോട്ട് ഇടാം. ഇതാരാ ഇതൊക്കെ വീഡിയോ കോൾ ഹോട്ട്സ്പോട്ട് ഹലോ, ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാം. വീഡിയോ കോൾ ഒരു മിനിറ്റ് സെക്കൻഡ്. വീഡിയോ കോൾ ആകെ അൽക്കൊത്തായത് വിളിക്കുന്നത് പണ്ടാരടങ്ങാൻ വേണ്ടി. ഭയങ്കരമാണ്. 5325 വിളിച്ച വിഷയം എന്തൊക്കെയോ നെറ്റ് ഉണ്ട് കാണിക്കുന്നു.
എന്താ ഇത്? ഒരു കാര്യം ചെയ്യ്, ചേട്ടന്റെ നമ്പർ എല്ലാ ഫോണിലും നമുക്ക് വിളിക്കാം. കണ്ടോ നല്ല നെറ്റിലൊരു ഫോൺ വിളി. ഇൻസ്റ്റയിലുണ്ടോ ചേട്ടൻ? എന്റെ ഹോട്ട്സ്പോട്ട് തരാം. ജസ്റ്റ് അങ്ങനെ ഇപ്പൊ കിട്ടും. നെറ്റില്ല അല്ലെങ്കിൽ എനിക്ക് നെറ്റ് കിട്ടണം. അവളെ നമ്പർ കൊടുക്ക് വാട്സപ്പില്. ഇല്ലേ ഫെയിൽഡോ? അയ്യോ പട്ടീന്നാ വേറെ ആരോ വിചാരിച്ചിക്കണ. നീ മെസ്സേജ് അലറേ മക്കളെ റെഡിട്ടോ. പോലീസ് പിടിക്കും 10,000. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനിത, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മളെ ഇത് നമ്മളെ ഫ്രണ്ട്സും ഇത് നമ്മളെ ട്രെയിനിൽ നിന്ന് കിട്ടിയ സ്റ്റേറ്റ് പ്ലെയേഴ്സും. അവന്റെ ഒരു ഭാഗ്യം. പോയി ബ്ലൂടൂത്ത് ഒക്കെ ഓണാക്കുന്നത്. എന്താ കടത്തുറക്കല്ലേ? ഓക്കെ ബൈ. അങ്ങനെ അത് കുഴപ്പമില്ല. അങ്ങനെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സക്സസ്ഫുള്ളി നമ്മൾ വിഷ് ചെയ്തു. എനിക്ക് ഒരു അക്കൗണ്ടും കൂടി ഉണ്ട് എന്റെ പാട്ട് പാടുന്നത്, അതും കൂടി ഫോളോ ചെയ്തിട്ടുള്ളത്. ഇവന് യൂട്യൂബ് ചാനലില്ല പുള്ളി എടുക്കും. ഞങ്ങൾ രാത്രി ഇവിടെ എന്റെ മുഴുക്കി ഇത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് കാസർഗോഡ് മംഗലാപുരത്ത്. കോഴിക്കോട് ബോർഡർ എടുക്കുമ്പോൾ നീ കോഴിക്കോട് ഇറങ്ങുന്നു, ഞാൻ കൊയിലാണ്ടി ഇറങ്ങും. ആരടി വലിയ ട്രെയിനാണ്. ഞാൻ കനനെ കണ്ടുപിടിക്കും. മുട്ടി പക്ഷെ അത് സൈനിങ് ഓഫ് വ്ലോഗ്. ഞാനിപ്പോൾ വീട്ടിലെത്തുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കേരള ബോർഡർ എത്തുന്നത്. അപ്പം എൻ്റെ വ്ളോഗൊക്കെ കണ്ട് ഇവിടെ വരെ എത്തിയില്ലേ. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് തന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ടൂറൊക്കെ പോയി വന്ന് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, ടൂറിൽ ആ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് എനിക്കിങ്ങനെ തോന്നിയിട്ടേ ഇല്ല എന്താ ഇത് കഴിയണ്ട, എനിക്കൊന്ന് വീട്ടിലെത്തിയാൽ മതി എന്നേനു. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഒന്ന് വീട്ടിലെത്തി കിട്ടിയില്ലെങ്കിൽ സുഖായനെ ഫുഡ് കഴിക്കായിരുന്നു, അമ്മേനെ കാണാമായിരുന്നു, എൻ്റെ റൂമിൽ കിടക്കായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ ട്രിപ്പ് കഴിഞ്ഞ് വരാൻ കഴിഞ്ഞില്ല. വരാൻ നേരമായപ്പോൾ, അതായത് കേരളക്ക് എത്താനായി എന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് പോകണ്ട, കുറച്ചുകൂടി നീണ്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പോയി ലാസ്റ്റ് മിനിറ്റൊക്കെ ആയപ്പോൾ. പിന്നെ വന്നതിന് ശേഷമാണെങ്കിൽ പിന്നെ ഫോട്ടോസ് നോക്കും. ഞാൻ അതിൻ്റെ ഇടയിലൊന്നും അങ്ങനെ ഫോട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യും, അങ്ങനെ സ്റ്റോറി ഇടും, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സ്ഥലങ്ങളുടെ ഇടുന്നല്ലാണ്ട് എൻ്റെ ഫോട്ടോസ് ഒന്നും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാനത് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഒരുപാട് ഞാൻ ഇങ്ങനെ ഓരോ ഫോട്ടോ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നുള്ള ഐഡിയ ഒക്കെ വന്നത് കുറച്ചായിട്ടേ ഉള്ളൂ. ഞാൻ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇതും ഇല്ലാണ്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ. പക്ഷേ ഇപ്പം ഞാനത് വ്ളോഗാക്കിയിട്ടപ്പോൾ സത്യം പറയാലോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഞാൻ എന്താ ചെയ്ത് എവിടെയാണ് പോയേ, ആ സാധനം കംപ്ലീറ്റ് ഞാനത് എഡിറ്റ് ചെയ്തിടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാനത് ചെയ്തു. ലൈക്ക് എനിക്കിത് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് പക്ഷേ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പോരാത്തതിന് ഞാൻ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് കാണുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിലേറെ സന്തോഷം. എനിക്കിങ്ങനെ കുറേ കാലം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യണ പോലെ ഫീൽ ചെയ്യും എനിക്ക്. ഈ കുറേ കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്തു വെച്ച് കാണുക. അപ്പം നമുക്ക് ഉണ്ടാകുന്നൊരു സ്ഥലം അന്ന് ഞാനിങ്ങനെ പോയിരുന്നു എന്ന് നമ്മളെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഫോട്ടോസ് കാണുമ്പോൾ ഫോട്ടോ തുറക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ആ വീഡിയോനകത്ത് പല കാര്യങ്ങൾ ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുക.
അപ്പോൾ അവർ സംസാരിക്കുന്നു, മറ്റവർ സംസാരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹായ് അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഈ കുറേ കാലം കഴിയുമ്പോൾ നല്ല രസമായിരിക്കും, കുറച്ചും കൂടെ രസമായിരിക്കും. എനിക്ക് മാത്രമല്ല, ഈ ടൂറിന് വന്ന ആർക്കായാലും ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും. അപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനായാലും ഇത് കാണുമ്പോൾ കുറച്ചുകൂടി നൊക്ലാജി അടിക്കുമായിരിക്കും കുറച്ചുകൂടി കാലം കഴിഞ്ഞാലെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇത് കുറച്ച് നന്നായി എന്ന് എനിക്ക് തോന്നി, ഇങ്ങനെ ഒരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചാൽ. പിന്നെ എനിക്ക് ടൂറ് പോയപ്പോൾ ഒരു കാര്യം തോന്നി, എന്താണെന്ന് വെച്ചാൽ ഈ ടൂറ് പോയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. സത്യം പറയാല്ലേ, വലിയ നഷ്ടമായി പോയേനെ. ഞാൻ സ്ഥലം കാണുന്നതിൻ്റെ അല്ല, ഞാൻ വിചാരിക്കാത്ത കുറേ കണക്ഷൻസ് ഉണ്ടായി, ഞാൻ വിചാരിക്കാത്ത ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല ബോണ്ട് ക്രിയേറ്റായി. എന്തൊക്കെയോ നല്ല ഞാൻ വിഷമിച്ചിട്ടേ ഇല്ല ഈ ട്രിപ്പിൻ്റെ ഇടയ്ക്ക്. ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാനൊരു എന്തെങ്കിലുമൊക്കെ ഒരു സാധാരണ ക്ലാസ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവിച്ചു. അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര ഹാപ്പി ജോളിയായിട്ട് പോയി വന്നു. എന്തോ ഞാൻ എൻ്റെ സെൽഫിനോട് ഞാൻ പറയും, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡായി എന്തായാലും ട്രിപ്പിന് പോയിട്ട്. കാരണം എന്തായാലും കണ്ണ് വെക്കല്ല കേട്ടോ, സാറ്റിസ്ഫൈഡായി, അടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നല്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ട്രിപ്പ് അടിപൊളിയേനും. ഒരുപാട് ഞാൻ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഓരോ കാര്യമായിട്ട് ഞാനിങ്ങനെ പറയുന്നില്ല, അപ്പോൾ വലുതായിപ്പോൾ വലുതായാലും കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കേൾക്കും, അപ്പോൾ എനിക്ക് സന്തോഷമായിരിക്കില്ലേ. ഞാൻ പറയാം, റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോൾ സത്യം പറയാൻ ഞാൻ നല്ല പൊടിച്ചു. എനിക്കാണെങ്കിൽ തണുപ്പ് തീരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചൂട് ഞാൻ എന്ത് കണ്ടിട്ടായാലും ഞാൻ സഹിക്കും, വേർത്ത് ഒളിച്ച് നിൽക്കും. പക്ഷെ തണുപ്പ് എനിക്ക് തീരെ പറ്റില്ല. നോർമലി ഇവിടെ ഉണ്ടാവുന്ന തണുപ്പ് പോലും എനിക്ക് പറ്റില്ല. അങ്ങനെയാണ് ഞാൻ മണാലിക്ക് കെട്ടിയെടുത്തത്. അവിടെ ആണെങ്കിൽ തണുപ്പ് എന്നൊക്കെ പറഞ്ഞല്ലേ, ലിറ്ററലി ഭയങ്കര തണുപ്പ്. എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുപോകും അവിടെ എത്തി, പക്ഷെ ഞാൻ ചത്തു പോയിട്ടില്ല. എനിക്ക് അവിടെ എത്തി രണ്ടാമത്തെ ദിവസം തന്നെ, അതായത് നമ്മൾ ഹഡിംബ ടെമ്പിൾ കയറണ അന്ന് എനിക്ക് പീരിയഡ്സായി. ഞാൻ വിചാരിച്ചു തീർന്നു, അയ്യോ ഞാൻ മതിയായി അങ്ങനെ വിചാരിച്ചു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിന്ന്, ഞാൻ വിചാരിക്കാം ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയാലും ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, കുറേ പേര് ഞാനിങ്ങനെ ഓക്കെ ആണോ എത്രയോ പേര് അറിഞ്ഞിട്ട് ഓക്കെ ആണോ അങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിൻ്റെ എന്താ കാര്യമോ എന്തെങ്കിലും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അവരെൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഓരോ വാക്കിന് എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര കയറാം, അത് ഫുള്ള് കയറിയിട്ട് എനിക്കത് കയറി എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. എനിക്ക് പോയി ടാബ്ലറ്റ് മേടിച്ചു തന്നു, ഓരോരുത്തർ വെള്ളം കൊണ്ടുത്തന്നു, അത് ചെയ്തു ഇത് ചെയ്തു. സാറ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക ഓക്കെ ആണോ. ഞങ്ങൾ ഭയങ്കര ബാക്കോട്ടാണ് നടന്നത്. എൻ്റെ ഫ്രണ്ട്സ് അവർ കുറേ പേര് കയറിപ്പോയിണ്ടേ, അവരെ കൂടെ ഒന്നും അല്ല കയറി, ഞാൻ ഏറ്റവും ബാക്കിലാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ എന്നെ അത്ര എൻ്റെ കൂടെ നടന്ന് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. എന്താ പറയുക, ഞാൻ എന്നെ വിചാരിച്ചില്ല എൻ്റെ അടുത്ത് എന്നെ അത്ര ടേക്ക് കെയർ ചെയ്ത്. ഞാൻ എന്നെ വീണ് പോകുമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ ടേക്ക് കെയർ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാനത് കയറി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഞാനത് കയറി എടുത്തു. ആ തണുപ്പ് റെസിസ്റ്റ് ചെയ്ത് നിന്നു. പീരീഡ്സ് ആയിട്ടുകൂടെ അത് കവറപ്പ് ചെയ്തപ്പോൾ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം എനിക്ക് നോർമലി ഇവിടെ പീരീഡ്സ് ആകുമ്പോൾ ഞാൻ അവിടെ ചത്ത് കിടക്കല. അപ്പോൾ അവിടെ ഞാൻ ആ മഞ്ഞത്ത് അത് സഹിച്ച് നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അതായത് സെൽഫ് പ്രൗഡായി ഞാൻ. പിന്നെ റിവർ റാഫ്റ്റിങ്ങിൻ്റെതും തണുപ്പ് സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ അങ്ങനെ പേടിച്ചു, ഇനിയും തണുപ്പായി ഞാൻ ചത്തു പോകുന്നുള്ള പോലെ. പക്ഷേ അതും ഞാൻ തീർത്തു. അത് റിവർ റാഫ്റ്റിംഗ് കൈകൊണ്ട് കയറിയപ്പോഴത്തേക്കും അയ്യോ എൻ്റെ ജീവൻ തിരിച്ചിട്ട് സന്തോഷമാണ് എനിക്ക്. പക്ഷെ എന്നോട് ഇനിയും അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത്ര തണുപ്പില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ചെയ്തേനൊന്നുകൂടെ. എനിക്കൊന്നുകൂടി അത് ഫുള്ളി മനസ്സറിഞ്ഞൊന്ന് ആസ്വദിക്കില്ലേ, അതെനിക്ക് വേണമെന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയ തണുപ്പ് ഭയങ്കര തീരെ പറ്റില്ല, കുത്തുന്ന തണുപ്പ്. അല്ലെങ്കിൽ മേത്തിങ്ങനെ കുത്തും, അതുപോലെ തണുപ്പ്. ആ തണുപ്പില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തേനെ. പിന്നെയെന്ന് പറയാനായിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ ബസ്സിൽ ഡാൻസ് കളിക്കുക. എനിക്ക് പാട്ട് വെച്ചാൽ അപ്പോൾ ഡാൻസ് കളിക്കണം, അങ്ങനത്തെ സ്വഭാവമാണ് ഞാൻ. പക്ഷെ അപ്പോൾ എപ്പോഴും നമ്മളെ കൂടെ ആ വൈബിന് ചിൽ ചെയ്ത് നിൽക്കാൻ പറ്റിയ ആൾക്കാർ എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ട്രിപ്പിന് 100% എനിക്കത് കിട്ടി. അയ്യോ ഞാനില്ലേ ലിറ്ററലി ബസ്സിൽ ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരു 5-6 പേര് ബാക്കിൽ കിടന്ന് ഭയങ്കര ഡാൻസ്. ഞങ്ങളായിട്ട് ചില്ല് ചെയ്യുക. അവരെയൊന്നും വലിച്ചിങ്ങോട്ട് ഇടണമില്ല, ആരെയും ഒന്നും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, നമ്മൾ കിടന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആരെയും ഒന്നും അങ്ങോട്ട് ഫോഴ്സ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടേ. പക്ഷേ എനിക്ക് ആ വൈബിനെ പറ്റി ആൾക്കാരെയും കിട്ടി. ഞങ്ങളവിടെ കിടന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് 1 മണി 2 മണി വരെ ഫുൾ ഡാൻസും പാട്ടും. ആ മെമ്മറീസൊക്കെ ഞാൻ പലതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാനിത് ക്യാപ്ചർ ചെയ്തുകൊണ്ട് നടന്നത്. അങ്ങനെ പല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതുണ്ട്, എൻ്റെ മൈൻഡിൽ മാത്രമുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഡാൻസ് പാട്ട് പാടി അതൊക്കെ ഞാൻ ഒത്തിരി സന്തോഷത്തിൽ എൻജോയ് ചെയ്തു. പിന്നെ എന്ത് ഇൻക്ലൂഡ് ചെയ്താൽ
പിന്നെ താജ്മഹൽ പോയപ്പോൾ പീരീഡ്സ് ആയി കേസ് കൂട്ടത്തിൽ ഒരാൾക്ക് പീരീഡ്സ് ആയി. അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും സാധനം അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്നേ, അപ്പോൾ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് ആൾക്കാരെ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞു ഉണ്ടോ ചോദിക്കാനായിട്ട്. നമ്മൾ അകത്ത് കയറിയുമ്പോൾ ഇനി പുറത്തിറങ്ങി പിന്നെ ഇങ്ങോട്ട് അകത്തേക്ക് കയറാൻ വയ്ക്കാമല്ലോ. അപ്പോൾ പുള്ള് തപ്പി നടക്കലെ ടെൻഷൻ. എന്നിട്ട് ഞങ്ങൾ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, അപ്പോൾ ഒരു 5-6 പേരേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ സ്ഥലത്ത്. മിസ്സും ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ചോദിച്ച് നടക്കുക, പാഡുണ്ടോ ചോദിച്ച് നടന്നിട്ട് ചോദിച്ചവരടുത്തന്നെ പിന്നെ ചോദിക്കുക. അങ്ങനെ അവിടെ കുറേ ചെറിയ കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ടെൻഷനാണ്, പക്ഷെ നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോയി ചോദിക്കണത് ഉണ്ടോ സംഭവം. നമ്മൾ നല്ല ടെൻഷനാണ്. എന്നിട്ടൊരു മദാമയാണ് തന്നത്. എന്നിട്ട് മദാമ ഞങ്ങൾക്കാണെങ്കിൽ അത്രയും ചോദിച്ച് നടന്നിട്ട് കിട്ടിയപ്പോൾ ലാസ്റ്റ് ഞങ്ങളവിടെ കിടന്നിട്ട് ആർപ്പും വിളിയും തുള്ളി ചടിക്കുകയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾക്ക് എന്തോ കിട്ടിയെന്ന്. സംഭവം ഇതാണ്. എന്നിട്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. മദാമ ഞങ്ങൾക്ക് ഉമ്മയൊക്കെ തന്നു അങ്ങനെ. എന്നിട്ട് അത് ഭയങ്കര രസമായിരുന്നു. ആൺപിള്ളേരും അങ്ങനെ ഓടി നടന്നു കേട്ടോ ഒരുപാട്. ആൺപിള്ളേരെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചില്ല ഇത്രയും. ഞാനൊന്നും സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അപ്പുറത്താണ് ഫുൾ ട്രിപ്പ്. ആമ്പിള്ളേരൊക്കെ ഇല്ലേ ഭയങ്കര സമയം കാണും. ഫുൾ പെട്ടി വണ്ടി കയറ്റുന്നു, വണ്ടി നിറക്കുന്നു. ഇതൊക്കെ അവരാ ചെയ്തത്. അവരും പിന്നെ ട്രാവൽ ഏജൻറ്റും ഇവരാണ് ചെയ്തത് ഫുൾ സാധനങ്ങളും. അത്ര വലിയ പെട്ടികളൊക്കെ ഇവന്മാരെന്നെ കയറ്റി ഇറക്കുകയും ചെയ്യുന്നത്. പറയുമ്പോൾ ഇവന്മാർ നമ്മളെ കൂടെ പഠിക്കണ പിള്ളേരാ, പറയുമ്പോൾ എന്നെക്കാളും ഇളയ പിള്ളേരാ. ഇവരെന്നിട്ട് ഒരു കുറ്റം ഒന്നും പറയാണ്ട് ഇവരെന്നെ ചെയ്തു. ഇവരെന്നെ അത് ഇറക്കുക. ഇവരെന്നെയാണ് ഈ ചുമട്ട് പണി പോലെ ഇവരെ എടുക്കുക. ഇവർക്കൊരു പരാതിയൊന്നും ഇവർ പറയുന്നില്ല. ആമ്പിള്ളേരെ ബുദ്ധിമുട്ടിക്കാണ്ട് കുറേ കാര്യങ്ങൾ ഇവരങ്ങനെ ചെയ്തു. ഫുൾ ടേക്ക് കെയർ, ഗാർഡിയൻസ് പോലെയായിരുന്നു ആമ്പിള്ളേർ. ഇവരെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടേന്, സത്യമായിട്ട് നല്ല ബുദ്ധിമുട്ടേന്. എല്ലാ കാര്യത്തിലും ഇവരുണ്ടായി. അപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഇവരുണ്ടായിരുന്നു. നമ്മളെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര നല്ല സഹായിച്ചു പിള്ളേർ, നല്ല പിള്ളേർ. പിന്നെ എല്ലാവരും നല്ല തന്നെയാണ്, എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. ഞാൻ വിചാരിക്കാത്ത ആൾക്കാരോട് സംസാരിച്ചു, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ക്ലാസ്സിൽ വിചാരിക്കാത്ത പിള്ളേരോട് സംസാരിച്ചു. എന്നോട് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പേഴ്സണലി പറഞ്ഞു, ഞാൻ വിചാരിച്ചു നീ എന്തോ ഒരു സാധനമാണ്. എന്നോട് പറയുക, ഞാൻ വിചാരിച്ചു നീ എന്തോ ഒരു സാധനമായിരുന്നു എന്ന്. 4 വർഷത്തിൽ ഇപ്പം എന്നോട് പറയുക. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് എന്താ അങ്ങനെ വിചാരിച്ചേ ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയില്ല, എത്ര സംസാരിച്ചില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം എങ്ങനെ തോന്നുന്നു, ഇപ്പം എന്ത് തോന്നുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം നല്ലതാണ്. ലൈക്ക് ഞാൻ വിചാരിക്കും ആൾക്കാരോട് എല്ലാവരും പാവങ്ങളാ. അപ്പം അങ്ങോട്ട് സംസാരിക്കാണ്ട് ഉണ്ടാകുന്ന ഒരു സാധനമില്ലേ. കുറേ എല്ലാവരോടും നമ്മളിപ്പോൾ ക്ലാസ് സംസാരിച്ചോളുന്നില്ലല്ലോ. അങ്ങനെ സംസാരിക്കാണ്ടിരുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്കത് മാറിയപ്പോൾ, ആ തോട്ട് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹായ്, എനിക്ക് പുതിയ കുറേ ബോണ്ടുകൾ കിട്ടിയപ്പോൾ അതിലും ഞാൻ ഹാപ്പിയാണ്. ഇവരൊക്കെ ലൈക്ക് മനസ്സിലാക്കാൻ കുറേ ലേറ്റായിപ്പോയി. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെന്താ, പിന്നെ കുറേ സാധനങ്ങൾ മേടിച്ചു. വീട്ടിലേക്ക് കുറേ സാധനം മേടിച്ചു. വീട്ടുകാർ ഭയങ്കര ഹാപ്പി. ഞാൻ കുറേ സാധനം മേടിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ നല്ലോണം വയ്യാണ്ടാവുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ലോണം അങ്ങനെ വയ്യാണ്ടൊന്നും ആയിട്ടില്ല. പനിക്കൊക്കെ ചെയ്തു. നോർമലി പനിക്കൊന്നാണ് പഠിച്ചാൽ എനിക്ക് പനിക്കൊക്കെ ചെയ്തു. അല്ലാണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി ഭഗവാൻ അങ്ങനെയൊന്നും അയച്ചൊന്നുമില്ല കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ലതായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴും ഫോട്ടോസൊന്നും ഇട്ട് തീർന്നില്ല. വന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. പക്ഷേ ഞാൻ ഇതുവരെ ഇപ്പോഴും ഫോട്ടോസൊന്നും ഇട്ട് തീർന്നിട്ടില്ല. എല്ലാവരും പിള്ളേരൊക്കെ ഫോട്ടോ ഇട്ട് തീർന്നു. എൻ്റെ നാട്ടിൽ നിന്ന് പിള്ളേരെന്നോട് ചോദിക്കാൻ തുടങ്ങി ഇതെന്തത് തീരാത്തതെന്ന്. ഞാൻ അത്രയും ഫോട്ടോ ഇട്ടിട്ട് തീർന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിച്ചിട്ടും തീരുന്നില്ല. എനിക്ക് കുറേ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എന്താ സംസാരിക്കേണ്ടത് എനിക്കറിയില്ല. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഞാൻ എന്താ പറയുക, മൊത്തത്തിൽ ഭയങ്കര നല്ല രസമായിരുന്നു. ഈ വീഡിയോസൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് കാണുമ്പോൾ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇപ്പം ഞാൻ എക്സൈറ്റഡാ. ആ ലെവലിൽ ഇനി ഇങ്ങനൊരു സാധനം ഇല്ല എൻ്റെ ലൈഫിൽ. ഒരു കോളേജ് കഴിഞ്ഞ് ഇതിപ്പോൾ വേറെ കോളേജ്, 2ാമത്തെ കോളേജ് എൻ്റെ. ഇവിടെ നിന്നൊരു ട്രിപ്പ് പോയി വന്ന് ഇനിയൊരു കോളേജ് ട്രിപ്പൊന്നും ഇല്ല എൻ്റെ ലൈഫിൽ. ഇനിയിപ്പോൾ വർക്ക് അത് ഇനിയിപ്പോൾ ഓഫീസ് ടൂറൊക്കെ ഉണ്ടെങ്കിലായി. അതിലപ്പുറത്തേക്കൊരു സാധനം ഇല്ല. അപ്പോൾ ഇതൊരു ഫൈനൽ സാധനമായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇനിയും വേണം തോന്നുന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് ആ 10 ദിവസം ഒന്നുകൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാ സ്ഥലവും ഒന്നുകൂടി കാണാമെന്നുണ്ട്. തണുപ്പാണേലും കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഞാൻ ആ ട്രിപ്പിൻ്റെ ആ വീഡിയോനകത്ത് പറഞ്ഞു മണാലി എനിക്ക് പോകാൻ തീരെ താല്പര്യമില്ല ഇനിയെന്ന്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു എനിക്കൊന്നുകൂടി കാണണമായിരുന്നു. സത്യം പറഞ്ഞ സ്ഥലം മഞ്ഞൊന്നുകൂടി കാണണമായിരുന്നു. പക്ഷെ ഇത്ര തണുപ്പ് വേണ്ട, കുറച്ച് തണുപ്പ് കുറയ്ക്കാം, എന്നിട്ട് മഞ്ഞ് കാണണമായിരുന്നു. പിന്നെ അല്ലാണ്ട് ഈ സ്പ്രിങ് ഓട്ടം സീസണൊക്കെ ഉണ്ടാവില്ലേ, ഈ മുടിഞ്ഞ തണുപ്പുള്ള ഇല്ലാത്തൊരു സമയമില്ലേ, ആ സമയത്ത് എനിക്ക് ഒന്ന് മണാലി കാണണമായിരുന്നു. എന്താ അവിടുത്തെ ബ്യൂട്ടി എന്ന് പറയാം. സത്യം പറഞ്ഞാൽ നല്ല സ്ഥലം കേട്ടോ. ഇത്ര കാണാനും കണ്ടിട്ടില്ല. നമുക്കിങ്ങനെ ഒരു ഫ്രെയിമേ ക്ലിക്ക് ചെയ്താലും പെർഫെക്റ്റ് ഫ്രെയിം ആയിരിക്കും. അങ്ങനത്തെ ഒരു സാധനം എല്ലായിടത്തും മഞ്ഞ് നല്ല രസമാണ്. പക്ഷെ അതല്ലാത്ത എന്താണ് മണാലി എന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി എനിക്ക്.
അപ്പോൾ എന്തായാലും ഞാൻ പോവുമായിരിക്കും, ഇനിയും മണാലിക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം, പോവുമായിരിക്കും. അപ്പോൾ ട്രിപ്പിന് വന്ന എല്ലാവർക്കും നല്ല സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വീഡിയോയിൽ പലരെയും ഇൻക്ലൂഡ് ആവാത്തത്, ഇൻക്ലൂഡ് ആയത്, കൂടുതൽ കാണിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനിത് ഇൻറ്റൻഷനലി ഒന്നും ചെയ്യണമല്ലേ, എൻ്റെ ചുറ്റും കാണുന്ന സാധനങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിനപ്പുറത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്. ഞാൻ പിന്നെ ഒരു വോയിസ് ഓവർ കൊടുക്കുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ അങ്ങനെ അധികം കട്ട് പോലും ചെയ്തിട്ടില്ല, ചില ക്ലിപ്പുകളൊന്നും കട്ടേ ചെയ്തിട്ടില്ല. ഭയങ്കര റയറായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ സാധനങ്ങൾ ഇട്ടുണ്ടായ. അപ്പോൾ ആരെങ്കിലും ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ഇതായിട്ടുണ്ടെങ്കിൽ കുറവ് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഞാനിതൊരു വ്ളോഗ് എനിക്ക് അറിയില്ല ഇതെങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പം അതിലൊക്കെ അത് എന്താ പറയുക, നിങ്ങൾക്ക് അതിന് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും സോറി. ഇത് ഇത്രയും നേരം കണ്ടിരുന്നതിൽ വളരെ നന്ദി. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ഇനിയിപ്പം അടുത്ത് എന്തെങ്കിലും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ. കാണാം.